Hi friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് നമ്പേഴ്സ് എങ്ങനെ സ്വാപ്പ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ സ്വാപ്പ് ചെയ്യാം. ഒന്ന് ഒരു തേർഡ് വേരിയബിൾ യൂസ് ചെയ്ത് സ്വാപ്പ് ചെയ്യാം, തേർഡ് വേരിയബിൾ യൂസ് ചെയ്യാതെ സ്വാപ്പ് ചെയ്യാം. അപ്പൊ രണ്ട് രീതി എങ്ങനെയാണെന്ന് നോക്കാം. കാരണം കൂടുതൽ ഇന്റർവ്യൂസിന് ചോദിക്കുന്നത് തേർഡ് വേരിയബിൾ യൂസ് ചെയ്യാതെ എങ്ങനെ നമ്പറിനെ സ്വാപ്പ് ചെയ്യണം എന്നാണ്. അപ്പൊ ഈ രണ്ട് രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമ്പേഴ്സിനെ സ്വാപ്പ് ചെയ്യാന്ന് വെച്ചാൽ അറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പോൾ ഞാൻ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിന്റെ വാല്യൂ 10 ആണ്. നെക്സ്റ്റ് ബി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിന്റെ വാല്യൂ 20 ആണ്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ഈ വാല്യൂസ് പ്രിന്റ് ചെയ്യുമ്പോൾ എന്താ വരിക? വാല്യൂ ഓഫ് എ വന്നു, എന്നിട്ട് എ പ്രിന്റ് ചെയ്തു. അതുപോലെ തന്നെ ബി പ്രിന്റ് ചെയ്യാണ്. ബി എന്ന് പറയുന്നത് അപ്പൊ പ്രിന്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എയുടെ വാല്യൂ 10 എന്ന് വരും, ബിയുടെ വാല്യൂ 20 എന്ന് വരും അല്ലെ. സ്വാപ്പ് ചെയ്തതിന് ശേഷം എന്താ ഇത് പ്രിന്റ് ആവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ വാല്യൂ 20 വരണം, ബിയുടെ വാല്യൂ 10 വരണം. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസ് മൂന്നാമതൊരു വേരിയബിൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം നോക്കാം. അപ്പൊ തേർഡ് വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യാണ്, ഇന്റ് ടെമ്പ്. ടെമ്പ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യാണ്. ഓക്കെ, ഈ ടെമ്പിനകത്തോട്ട് നമ്മൾ ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി ഏതെങ്കിലും ഒരു വാല്യൂ പാസ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ എയുടെ വാല്യൂ പാസ് ചെയ്യാം. ഓക്കെ, ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും എന്തിനകത്തോട്ടാണോ അസൈൻ ചെയ്യേണ്ടത് അത് ലെഫ്റ്റിലും, എന്തിൽ നിന്നാണോ അസൈൻ ചെയ്യുന്നത് അത് റൈറ്റിലും ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ വാല്യൂ ടെമ്പിലേക്ക് അസൈൻ ആവും. മനസ്സിലായല്ലോ? അതായത് എയുടെ വാല്യൂ ആയിട്ടുള്ള എത്രയാണ്? 10. ഇപ്പൊ ടെമ്പിനകത്ത് എത്ര വന്നു? 10. മനസ്സിലായല്ലോ? എയുടെ വാല്യൂ പോയിട്ടില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെ അസൈൻ ചെയ്യുമ്പോൾ ഇതിനകത്തെ വാല്യൂ അവിടെ തന്നെ കാണും, അതിന്റെ ഒരു കോപ്പി എടുത്താണ് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നത്. അതായത് ടെമ്പിനകത്ത് 10 വരുമ്പോൾ എയിൽ അത് പോത്തില്ല, എയിൽ അപ്പോഴും 10 തന്നെ കാണും, ഇതിന്റെ ഒരു കോപ്പി ഇങ്ങോട്ട് കൊടുക്കുന്നു. അങ്ങനെ ആലോചിച്ചാൽ മതി. മനസ്സിലായല്ലോ? ഇത് കൊടുത്തു. അപ്പൊ ഇപ്പൊ എയുടെ വാല്യൂ നമ്മളൊരു ബാക്കപ്പ് എടുത്ത് വെക്കുകയാണ് ഇങ്ങോട്ട്. മനസ്സിലായല്ലോ? ഇനി എന്താണ്? എക്കകത്തോട്ട് നമ്മൾ ബിയുടെ വാല്യൂ അസൈൻ ചെയ്യണം. എ ഈക്വൽ ടു ബി. എ ഈക്വൽ ടു ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ എന്തിലോട്ടാണോ അസൈൻ ചെയ്യുന്നത് അത് ലെഫ്റ്റിൽ കൊടുക്കുക, എന്തിൽ നിന്നാണോ അസൈൻ ചെയ്യുന്നത് അത് റൈറ്റില്. അപ്പൊ ബിയുടെ വാല്യൂ എത്രയാണ്? 20 എയിലേക്ക് വന്നു. അപ്പൊ ഇപ്പൊ എയുടെ വാല്യൂ എത്രയാണ്? 20. മനസ്സിലായല്ലോ? ബിയുടെ വാല്യൂ എന്ന് പറയുന്നതും 20 തന്നെ ആയിരിക്കും. കാരണം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഒരു കോപ്പിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന്ന് റിമൂവ് ചെയ്യല്ല, നമ്മൾ അസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ അതേ വാല്യൂ ഈ വേരിയബിളിലോട്ട് വരുന്നു. പക്ഷെ അസൈൻ ചെയ്യുന്ന ഏത് വേരിയബിളിൽ നിന്നാണോ അസൈൻ ചെയ്യുന്നത് അവിടെ ആ വാല്യൂ തന്നെ കാണും. അപ്പൊ നമുക്കിപ്പോ എക്കകത്ത് 20 വന്നു, അതായത് ബിയുടെ വാല്യൂ എയിൽ കിട്ടി. ഇനി എന്താണ്? എയുടെ വാല്യൂ തിരിച്ച് ബിയിൽ കിട്ടണ്ടേ? അപ്പൊ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് ബി ഈക്വൽ ടു ടെമ്പ്. എന്ത് പറ്റും? ടെമ്പിൽ കിടക്കുന്നത് ബിയിൽ വരും. ബിയിൽ ഓൾറെഡി 20 ആണ്, ടെമ്പിലെ വാല്യൂ അസൈൻ ആവുമ്പോൾ അത് 10 ആവും. അപ്പൊ ഇത് റൺ ചെയ്യുമ്പോൾ എന്ത് വരും? ഇപ്പൊ എയുടെ വാല്യൂ 10ഉം ബിയുടെ വാല്യൂ 20 ആണ്. അപ്പൊ നേരെ തിരിച്ചു വരും, എയുടെ വാല്യൂ 20ഉം ബിയുടെ വാല്യൂ 10ഉം വരും. റൺ ചെയ്യുമ്പോ വന്നത് കണ്ടോ? ഇതാണ് ഒരു തേർഡ് വേരിയബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്വാപ്പ് ചെയ്യുന്നത്. ഇനി കൂടുതൽ രണ്ടാമത്തെ കേസ് പറയാം. അതായത് മിക്കവാറും ഇന്റർവ്യൂസിന് ചോദിക്കുന്നത് തേർഡ് ഒരു വേരിയബിൾ യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് എങ്ങനെ രണ്ട് നമ്പേഴ്സിനെ സ്വാപ്പ് ചെയ്യാമെന്നാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഞാൻ ഈ പാർട്ട് കളയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് എ ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കൊടുക്കുക. അപ്പൊ എന്ത് പറ്റും? എയുടെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ 20 ആണ് അല്ലെ. അപ്പൊ എത്ര വരും? 30 എന്നുള്ള വാല്യൂ എക്കകത്ത് വരും. ശരിയല്ലേ? എക്കകത്ത് നേരത്തെ 10 ആയിരുന്നു, ഇപ്പൊ 30 ആയി. ഇനി ബി ഈക്വൽ ടു എ മൈനസ് ബി എന്ന് കൊടുക്കുക. അതായത് ഇപ്പൊ 30 എന്ന് പറഞ്ഞ വാല്യൂ എയിൽ വന്നു. ഇനി ബിക്കകത്ത് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ എത്രയാണ്? 30. അപ്പൊ 30 എന്ന് പറഞ്ഞ വാല്യൂ വന്നല്ലോ. 30ന്ന് ഈ ബി മൈനസ് ചെയ്യുമ്പോ എത്ര വരും? 10 വരും അല്ലെ. അതായത് 30 മൈനസ് 20 എന്ന് പറയുമ്പോ എയുടെ വാല്യൂ 30 അല്ലേ. 30 മൈനസ് ബിയുടെ വാല്യൂ എത്രയാണ്? 20 എന്ന് പറയുമ്പോ 10 വരും. ഈ 10 എന്ന് പറഞ്ഞ വാല്യൂ ബിക്കകത്ത് വന്നു. അപ്പൊ എത്രയാണ്? ഈ വാല്യൂ ഇവിടെ കിട്ടിയല്ലോ. ഇനി എന്താണ് വേണ്ടത്? എക്കകത്ത് ബിയുടെ വാല്യൂ വേണം അല്ലെ. അപ്പൊ നമ്മള് എ ഈക്വൽ ടു എ മൈനസ് ബി എന്ന് കൊടുത്താൽ മതി. ഇപ്പൊ എയുടെ വാല്യൂ എത്രയാണ്? 30. 30ന്ന് ബിയുടെ വാല്യൂ ആയിട്ടുള്ള 10 കുറയുമ്പോ എത്ര വരും?
20 അല്ലെ. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നമ്മൾ 2 വേരിയബിൾ കൊടുക്കുമ്പോൾ തേർഡ് വേരിയബിൾ യൂസ് ചെയ്യാതെ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അതായത് ഇതിനകത്ത് തന്നെ നമ്മൾ ഈ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിട്ട് വാല്യൂ സേവ് ചെയ്യണം. ഫസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ എയുടെയും ബിയുടെയും വാല്യൂ സം ചെയ്യുക, എന്നിട്ട് അത് എയിലേക്ക് അസൈൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ബിക്കകത്തോട്ട് ആ പുതിയ വാല്യൂ, എയുടെ പുതിയ വാല്യൂ മൈനസ് ബി ചെയ്യുക. അപ്പൊ എന്ത് പറ്റും? 10 എന്ന് പറഞ്ഞ വാല്യൂ ബിയിലേക്ക് വന്നു. ഇനി നെക്സ്റ്റ് എക്കകത്ത് ആ സെയിം എ മൈനസ് ബി തന്നെ ചെയ്യുക. അതായത് എക്കകത്ത് 30 ഉണ്ടല്ലോ, ബിയുടെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 30 മൈനസ് 10 എന്ന് പറയുന്നത് 20. അപ്പൊ ഇപ്പോ ബിയിൽ 10ഉം എയിൽ 20ഉം വന്നു. അപ്പൊ നമ്മളിത് റൺ ചെയ്യുമ്പോ എ എന്ന് പറയുന്നത് 20ഉം ബി എന്ന് പറയുന്നത് 10. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. 2 കേസ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.